നമസ്കാരം. ശ്രീരാഗം ആസ്ട്രോളജിയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. വാസ്തുശാസ്ത്രപ്രകാരം ആഴ്ചയിലെ 7 ദിവസങ്ങൾക്കും പ്രത്യേകതകൾ ധാരാളമുണ്ട്. അതിൻ്റെയൊക്കെ ഫലമെന്നോണം ഓരോ ദിവസങ്ങളിലും നമ്മൾ വാങ്ങുന്ന ചില വസ്തുക്കൾ, കടകളിൽ നിന്ന് വാങ്ങുന്ന ചില വസ്തുക്കൾ, അത് നമ്മുടെ ഭവനത്തിലേക്ക് കൊണ്ടുവരുന്നത് നിമിത്തം ദോഷത്തിനും അതേപോലെ തന്നെ ഗുണത്തിനും കാരണമാകും. ഇവിടെ ഇന്നത്തെ വീഡിയോയിലൂടെ പറഞ്ഞു തരാൻ പോകുന്നത് ഞായറാഴ്ച ദിവസം വാങ്ങാൻ പാടില്ലാത്തതായ ചില വസ്തുക്കളെക്കുറിച്ചാണ്. അവ നമ്മുടെ ഭവനത്തിലേക്ക് അന്നേ ദിവസം വാങ്ങുക നിമിത്തം ദോഷത്തിനും അപകടത്തിനും ദാരിദ്ര്യ ദുഃഖത്തിനും പല വിധേനയുള്ള പ്രതിസന്ധി ഘട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നണയുന്നതിനുമൊക്കെ കാരണമാകുന്നുണ്ട്. അപ്പോൾ നമ്മൾ കേവലം വാങ്ങുന്ന ചില വസ്തുക്കൾ തന്നെ നമ്മളിലേക്ക് ധനനഷ്ടത്തിനും ധനനാശത്തിനുമൊക്കെ കാരണമായി ഭവിക്കുന്നുണ്ടു എന്ന് സാരം. അപ്പോൾ ഞായറാഴ്ച ദിവസം വാങ്ങാൻ പാടില്ലാത്തതായ 3-4 കാര്യങ്ങളെയാണ് അല്ലെങ്കിൽ വസ്തുക്കളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറഞ്ഞു തരാൻ പോകുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ ഈ അറിവുകൾ മറ്റുള്ളവരിലേക്ക് എത്തുന്നതിനായി ഷെയർ ചെയ്യുന്നതും മറക്കാതിരിക്കുക. അപ്പോൾ ഞായറാഴ്ച ദിവസം ഭവനത്തിലേക്ക് നല്ലതെന്ന് കരുതി നിങ്ങൾ വാങ്ങുന്ന ഈ വസ്തുക്കൾ ചിലപ്പോൾ നിങ്ങൾക്ക് ദോഷത്തിനായിരിക്കും കാരണമാകുന്നത്. അപ്പോൾ ഏതൊക്കെ വസ്തുക്കളാണെന്ന് നോക്കാം. ആദ്യമായി പറയുന്നത്, ഞായറാഴ്ച ദിവസം ഇരുമ്പിൻ്റെ വസ്തുക്കളൊന്നും തന്നെ ഭവനത്തിലേക്ക് വാങ്ങാൻ പാടില്ല എന്നതാണ്. ഇരുമ്പ്, അതേപോലെ തന്നെ പിച്ചാത്തി അല്ലെങ്കിൽ ഇരുമ്പ് സംബന്ധമായിട്ടുള്ള മൂർച്ചയുള്ളതായ വസ്തുക്കളൊക്കെ മുറിക്കാൻ ഉപയോഗിക്കുന്നതായ ഒരു സാധനങ്ങളും വസ്തുക്കളും ഞായറാഴ്ച ദിവസം ഭവനത്തിലേക്ക് കൊണ്ടുവരാൻ പാടുള്ളതല്ല. ഇങ്ങനെ കൊണ്ടുവരിക നിമിത്തം അത് അശുഭകരമായ ഗുണങ്ങളെ ആയിരിക്കും ആ ഭവനത്തിലും ആ ഭവനത്തിലുള്ള അംഗങ്ങളിലേക്കും പ്രദാനം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഞായറാഴ്ച ദിവസം ഇരുമ്പിൻ്റെ വസ്തുക്കൾ ഒന്നും തന്നെ വാങ്ങാനായി പാടുള്ളതല്ല. ഇരുമ്പ് പിച്ചാത്തിയാവാം, അതേപോലെ കത്രികയും വാങ്ങാതിരിക്കുക. മൂർച്ചയുള്ള വസ്തുക്കളാണ് മുറിക്കാനായി, ഓരോ 2 വസ്തുക്കളെ തമ്മിൽ മുറിക്കാനാണ് ഇങ്ങനെയുള്ള വസ്തുക്കൾ ഉപയോഗിക്കുന്നത്, മൂർച്ചയുള്ള വസ്തുക്കൾ. അതുകൊണ്ട് തന്നെ അശുഭകരമായ ഫലത്തെ പ്രദാനം ചെയ്യുന്നതിനാൽ ഞായറാഴ്ച ദിവസം ഇരുമ്പ് സംബന്ധമായ വസ്തുക്കൾ ഒന്നും തന്നെ വാങ്ങാതിരിക്കാനായി ശ്രദ്ധിക്കണം. അടുത്തതായി, എല്ലാ ഭവനങ്ങളിലും പൂന്തോട്ടം ഉണ്ടാക്കണമെന്ന് ആഗ്രഹമുള്ളവരാണ്. അല്പം നിറങ്ങൾ വർണ്ണങ്ങളുള്ള പുഷ്പങ്ങളാൽ അലങ്കൃതമായ ഒരു പൂന്തോട്ടം എന്നത് കണ്ണിന് ഇമ്പമേറുന്നതാണ്, സന്തോഷം നൽകുന്നതാണ്. വിരിഞ്ഞു നിൽക്കുന്ന പുഷ്പങ്ങളൊക്കെ ആനന്ദം നൽകുന്നതും അതേപോലെ തന്നെ ഭവനത്തിലേക്ക് ഐശ്വര്യത്തെ പ്രദാനം ചെയ്യുന്നതുമാണ് പുഷ്പലതാദികളൊക്കെ. പുഷ്പങ്ങൾ ഭവനത്തിലുള്ളതിനാൽ തന്നെ അവിടെ ദൈവിക ചൈതന്യമൊക്കെ ധാരാളമായി വസിക്കുകയും ചെയ്യും. എങ്കിൽ പോലും ഞായറാഴ്ച ദിവസം പൂന്തോട്ടത്തിലേക്ക് ആവശ്യമായ സാമഗ്രികളൊന്നും തന്നെ വാങ്ങാനായി പാടുള്ളതല്ല. ഒരു പൂന്തോട്ട നിർമ്മാണത്തിന് നമ്മൾ ആവശ്യമായ പല വിധേനയുള്ള വസ്തുക്കളുണ്ട്. അതിന് മരുന്നുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ അതിനെ വൃത്തിയാക്കാനുള്ള ചെറിയ തൂമ്പ, അങ്ങനെയുള്ള ചില വസ്തുക്കളൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള പൂന്തോട്ട നിർമ്മാണത്തിന് ആവശ്യമായ ഒരു വസ്തുക്കളും അന്യ ദിവസം വാങ്ങുവാൻ പാടുള്ളതല്ല. എന്നു ചോദിച്ചാൽ ഞായറാഴ്ച ദിവസം. ചിലപ്പോൾ ഞായറാഴ്ച ദിവസമാണ് ജോലിയൊക്കെ കഴിഞ്ഞൊരു ഒഴിവ് കിട്ടുന്ന ദിനം. അപ്പോൾ അന്നത്തെ ദിവസം പല കാര്യങ്ങൾക്കായി നമ്മൾ മാറ്റിവെക്കാറുണ്ട്. എങ്കിലും ഈ കാര്യങ്ങളൊക്കെ ഭവനത്തിലേക്ക് വാങ്ങിക്കുക നിമിത്തം അശുഭകരമായ ഫലത്തെ ആയിരിക്കും പ്രദാനം ചെയ്യുന്നത്. പൂന്തോട്ട നിർമ്മാണ സാമഗ്രികൾ വാങ്ങിക്കുന്ന നിമിത്തം ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ കഴിവതും ഞായറാഴ്ച ദിവസം ഈ വസ്തുക്കൾ ഭവനത്തിലേക്ക് കൊണ്ടുവരാതിരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. അടുത്തതായി പറയുന്നത് മദ്യമാണ്. മദ്യം അശുഭകരമായ ഒരു ഫലത്തെ കൂടി പ്രദാനം ചെയ്യുന്നുണ്ട്. ഇഷ്ടമുള്ളവരുണ്ട്, ഇഷ്ടമില്ലാത്തവരുണ്ട്. എങ്കിൽ പോലും ഞായറാഴ്ച ദിവസം കഴിവതും ഭവനത്തിലേക്ക് മദ്യം വാങ്ങിക്കാതിരിക്കുന്നതാണ് ഏറ്റവും ഉത്തമമായ കാര്യം. ഞായറാഴ്ച നല്ലൊരു ദിവസമാണ്. അതോടൊപ്പം തന്നെ ഏവർക്കും ജോലിയിൽ നിന്നൊക്കെ അന്നത്തെ ദിവസം അവധിയുള്ളതിനാൽ തന്നെ ഇങ്ങനെയുള്ള ചില വസ്തുക്കളൊക്കെ വാങ്ങിക്കാൻ നമ്മൾ മാറ്റിവെക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളിത് മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. നമുക്ക് അശുഭകരമായ ഫലത്തെ പ്രദാനം ചെയ്യുന്ന വസ്തുക്കളാണിവ. അതുകൊണ്ട് തന്നെ ഇവ വാങ്ങിക്കുന്ന നിമിത്തം നമ്മളെ ആരോഗ്യ പ്രശ്നത്തിൽ ആഴ്ത്തുന്നുണ്ട്, അല്ലെങ്കിൽ ധനം നമ്മളിലേക്ക് എത്തുന്നതിന് തടസ്സപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവയൊന്നും വാങ്ങിക്കാതിരിക്കുക. അടുത്തതായി പറയുന്നത് വാഹനമാണ്. ഞായറാഴ്ച ദിവസം വാഹനം അല്ലെങ്കിൽ വാഹന സംബന്ധമായ വസ്തുക്കൾ വാങ്ങിക്കുക നിമിത്തം അപകടമുണ്ടാകുന്നതിനും വാഹനം നിമിത്തം നമ്മൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നതിനുമൊക്കെ കാരണമായി ഭവിക്കുന്നുണ്ട്. അപ്പോൾ ഞായറാഴ്ച ദിവസം കഴിവതും ഇങ്ങനെയുള്ള വസ്തുക്കൾ വാങ്ങിക്കാൻ ആളുകൾ തിരഞ്ഞെടുക്കുന്നതെന്ന് വെച്ചാൽ അന്നേ ദിവസം ജോലി സംബന്ധമായി ഒഴിവുള്ള ദിവസമാണ്.
അതുകൊണ്ടാണ് ചില കാര്യങ്ങളൊക്കെ നമ്മൾ ഞായറാഴ്ചയിലേക്ക് തന്നെ മാറ്റിവെക്കുന്നത്. പക്ഷേ അപ്പോഴും നിങ്ങൾ മനസ്സിലാക്കണം എന്തൊക്കെ അന്നേ ദിവസം ഭവനത്തിലേക്ക് കൊണ്ടുവരാൻ പാടില്ല എന്ന്. അപ്പോൾ വാഹനം വാങ്ങിക്കുന്നതോ അല്ലെങ്കിൽ വാഹനമായി സംബന്ധിച്ചുള്ള എന്തെങ്കിലുമൊക്കെ മൂടി പിടിപ്പിക്കുന്ന വസ്തുക്കൾ വാങ്ങിക്കുന്നതോ അന്നേ ദിവസം ഒഴിവാക്കേണ്ടത് അത്യാവശ്യമാണ്. അതുപോലെ തന്നെ ചുവന്ന നിറത്തിലുള്ള വസ്തുക്കൾ, ചുവപ്പ് അത് രക്തത്തെ സൂചിപ്പിക്കുന്നു, അല്ലെങ്കിൽ അത് ആ ഒരു നിറം അത്ര ശുഭകരമായിട്ട് കണക്കാക്കപ്പെടുന്നില്ല ഞായറാഴ്ചയിലേക്ക്. അതുകൊണ്ട് തന്നെ ഞായറാഴ്ച ദിവസം ചുവന്ന നിറത്തിലുള്ള വസ്തുക്കളൊന്നും തന്നെ ഭവനത്തിലേക്ക് വാങ്ങാതിരിക്കുന്നതാണ് ഏറ്റവും ഉത്തമമായ കാര്യം. ചുവപ്പ് രക്തത്തെ സൂചിപ്പിക്കുന്നതിനാൽ തന്നെ അത് അശുഭകരമായി അന്നേ ദിവസം കണക്കാക്കുന്നുണ്ട്, മറ്റുള്ള ദിവസങ്ങളിലല്ല, അന്നേ ദിവസം. അതുകൊണ്ട് തന്നെ ഒരു വസ്ത്രം വാങ്ങിക്കുമ്പോഴും ചുവപ്പ് നിറത്തിലുള്ള വസ്ത്രമാണെങ്കിൽ കഴിവതും അത് ഒഴിവാക്കുക. എത്രത്തോളം ഇഷ്ടമുള്ളതാണെങ്കിൽ പോലും അന്നത്തെ ദിവസം ഒന്ന് മാറ്റി വെച്ചിട്ട് പിറ്റേ നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്. ചിലപ്പോൾ വിവാഹത്തിനോ അല്ലെങ്കിൽ കാര്യങ്ങൾക്കൊക്കെ പോകുമ്പോൾ അല്പം നിറങ്ങൾ ബ്രൈറ്റായിട്ടുള്ളൊരു കളർ വേണം എന്നതിനാൽ തന്നെ ചിലപ്പോൾ ചുവപ്പ് നിറം തിരഞ്ഞെടുക്കുന്ന ആളുകളാണ് കൂടുതലുമുള്ളത്. എങ്കിൽ പോലും ഈ ഞായറാഴ്ച ദിവസം വസ്ത്രത്തിന് വേണ്ടിയാണെങ്കിൽ പോലും ആ ചുവപ്പ് നിറത്തിലുള്ള കാര്യത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാതിരിക്കുക, നമ്മുടെ ഭവനത്തിലേക്ക് കയറ്റാതിരിക്കുക. അതുകൊണ്ട് തന്നെ ചുവപ്പ് നിറം ഞായറാഴ്ച വർജിക്കേണ്ട നിറം കൂടിയാണ്. അതുകൊണ്ട് തന്നെ നമ്മളെ ബാധിക്കുന്ന ബുദ്ധിമുട്ടുകളിൽ നിന്ന് നമ്മൾക്ക് പരിഹാരം എന്നോണം ഈ കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. നമ്മൾ പറയാറുണ്ട്, ദാരിദ്ര്യമാണ്, ദുഃഖമാണ്, ജോലി ചെയ്യുന്നുണ്ട്, പക്ഷേ കയ്യിലേക്ക് ധനം വരുന്നുണ്ട്, പക്ഷേ അത് അനാവശ്യമായി ചിലവായി പോകുന്നുണ്ട്. അപ്പോൾ എവിടെയാണ് ഈ ഒരു തടസ്സം, അല്ലെങ്കിൽ അനാവശ്യമായുള്ള ആ ഒരു ധനം നമ്മളിലേക്ക് എത്തുന്ന ആ ഒഴുക്കിനെ തടസ്സപ്പെടുത്തിക്കൊണ്ട് നിൽക്കുന്ന വസ്തുത എന്താണെന്ന് അറിയാതെ ഉഴലുകയാണ് ഒരു മനുഷ്യനും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളാൽ ചെയ്യുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങളായിരിക്കും വാസ്തു സംബന്ധമായി വലിയ ഒരു ദുഃഖത്തിലേക്കോ അപകടത്തിലേക്കോ ദുരിതത്തിലേക്കോ ഒക്കെ നമ്മളെ കൊണ്ടുചെന്ന് എത്തിക്കുന്നതും. അതുകൊണ്ട് തന്നെ ഞായറാഴ്ച ദിവസങ്ങളിൽ കഴിവതും ഇങ്ങനെയുള്ള വസ്തുക്കളൊന്നും ഭവനത്തിലേക്ക് കൊണ്ടുവരാതിരിക്കാനായി നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി 1-2 വസ്തുക്കൾ ഞായറാഴ്ച ദിവസം വാങ്ങിക്കുന്നത് കുഴപ്പമില്ലാത്തവയുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, ഒരു പേഴ്സ്, അതായത് ധനം നമ്മൾക്ക് സൂക്ഷിക്കാൻ ആവശ്യമായ പേഴ്സ് ഞായറാഴ്ച ദിവസം വാങ്ങിക്കുന്നതിൽ കുഴപ്പമില്ല. അങ്ങനെ വാങ്ങിക്കുക നിമിത്തം അതിലേക്ക് ധാരാളം ധനം വരുന്നതിന് സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ ഗോതമ്പ്, ഈ 2 വസ്തുക്കളും ഞായറാഴ്ച ദിവസം ഭവനത്തിലേക്ക് കൊണ്ടുവരിക നിമിത്തം ഐശ്വര്യവും സമ്പത്ത് വാസ്തു സംബന്ധമായി അത് അനുകൂലമായി പറയുന്നുണ്ട്. ഞായറാഴ്ച ദിവസങ്ങളിൽ ഈ വസ്തുക്കൾ ഭവനത്തിൽ, ഈ 2 വസ്തുക്കൾ ഭവനത്തിലേക്ക് കൊണ്ടുവരുന്നത് വളരെ ശ്രേഷ്ഠകരമായി പറയുന്നുണ്ട്. മറ്റുള്ള വസ്തുക്കൾ എന്തെങ്കിലും നിങ്ങൾ വാങ്ങിക്കാനായി ഞായറാഴ്ചയിലെ ലീവുണ്ട്, അന്നേ ദിവസം ഇതൊക്കെ പോയി വാങ്ങിക്കുക, ഇരുമ്പ് വാങ്ങിക്കുക, അല്ലെങ്കിൽ ചുവന്ന നിറത്തിലുള്ള എന്തെങ്കിലും വാങ്ങിക്കാം. അതേപോലെ ഒരു കാർ അന്നത്തെ ദിവസം ബുക്ക് ചെയ്തിട്ട് അത് വാങ്ങിക്കാം, അല്ലെങ്കിൽ കാറിന് സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും മൂടി പിടിപ്പിക്കുന്ന വസ്തുക്കൾ വാങ്ങിക്കുക എന്നൊക്കെ ചിന്തിക്കുന്നവരായിട്ടുള്ളവരുണ്ടെങ്കിൽ ഒന്ന് ഡിലേ ചെയ്തിട്ട് അടുത്ത ദിവസം നിങ്ങൾക്കിത് വാങ്ങിക്കാവുന്നതാണ്. ഞായറാഴ്ച ഇതിനായിട്ടൊന്ന് ഒഴിച്ചു വയ്ക്കുക. ഞായറാഴ്ച ദിവസം ഇങ്ങനെയുള്ള വസ്തുക്കളൊന്നും വാങ്ങിക്കാതിരിക്കുക. പേഴ്സ്, ഗോതമ്പ് ഇതൊക്കെ വാങ്ങിക്കുന്നതിന് ഒരു കുഴപ്പവുമില്ല. അത് നിങ്ങളിലേക്ക് ഭാഗ്യത്തെയും ഭഗവതിയുടെ അനുഗ്രഹത്തെയും ആയിരിക്കും കൊണ്ടുവരുന്നത്. അത് വാങ്ങിക്കുന്നതിന് കുഴപ്പമില്ല. അല്ലാതെ ഈ പറഞ്ഞിട്ടുള്ള വസ്തുക്കൾ ഞായറാഴ്ച ദിവസം വാങ്ങാതിരിക്കാനായി ശ്രദ്ധിക്കേണ്ടതാണ്.